സെപ്റ്റംബർ 30 മുതൽ ചാലക്കുടി പരിസരങ്ങളിലെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ തിങ്ങിക്കൂടുന്നു. ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന എല്ലാ ബസ് ജീവനക്കാരും ഇവരെ നോക്കി ഡിവൈൻ ഡിവൈൻ എന്ന് പറയുന്ന ഒരു അത്ഭുത കാഴ്ച. സത്യത്തിൽ ഒക്ടോബർ 1 മുതൽ ഡിവൈനിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് CCBI? എന്താണ് കമ്മ്യൂണിയോ? എന്താണ് വിറ്റ്നസ്? അതിന്റെ നേർക്കാഴ്ചകൾ തേടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ. വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വിറ്റ്നസ് അതെന്താണ്? കുറച്ച് നാളുകളായി ചാലക്കുടി പരിസരങ്ങളിലെല്ലാം നമ്മൾ കുറേ യൂത്തിനെ കാണാൻ ഇടയായിട്ടുണ്ട്. ഇത് എന്താണ് എന്ന ചോദ്യത്തിന് കുറച്ച് ഉത്തരങ്ങളുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ സ്റ്റീഫൻ അച്ഛനായിരിക്കുന്നത്. സ്റ്റീഫൻ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും ഉത്തമമായ വ്യക്തി എന്ന് തോന്നുന്നു. സ്റ്റീഫൻ അച്ഛനാണ് ഈ പ്രോഗ്രാമിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ ഒരാൾ. മറ്റൊന്നുമല്ല, CCBIയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ കൂടിയാണ് സ്റ്റീഫൻ അച്ഛൻ. അപ്പോൾ സ്റ്റീഫൻ അച്ഛ, വിറ്റ്നസ് ഇതെല്ലാവർക്കും ഇപ്പോൾ ഈ ഏരിയയിലെ എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമാണ്. വിറ്റ്നസ് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അച്ഛാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം 2025 ജൂബിലി വർഷമാണ്. ജൂബിലി വർഷത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആപ്തവാക്യം പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണ് ജൂബിലി വർഷത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആപ്തവാക്യം. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് വിവിധ തലത്തിലുള്ള വ്യക്തികൾക്ക് ഭാരതത്തിലെ കത്തോലിക്ക സഭ വൈവിധ്യങ്ങളാർന്ന പരിപാടികൾ, അവരുടെ ആത്മീയ നവീകരണത്തിന്, അവർക്ക് കൂടുതൽ യേശു അനുഭവം ഉണ്ടാകാൻ, അവരെ കൂടുതൽ പ്രേക്ഷിതരാക്കി തീർക്കുവാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്നുണ്ട്. അതിലൊന്നാണ് 2025 ഈ ജൂബിലി വർഷത്തിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യുവജന കമ്മീഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന വിറ്റ്നസ് എന്നുള്ള പരിപാടി. വിറ്റ്നസ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, സാക്ഷ്യപ്പെടുത്തുക. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുവാൻ. ആരെ സാക്ഷ്യപ്പെടുത്തുവാൻ? ഞാൻ അനുഭവിച്ച എൻ്റെ ഈശോയെ, ഞാൻ അനുഭവിച്ച എൻ്റെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് എന്നതാണ് വിറ്റ്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടിക്ക് വിറ്റ്നസ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇത് സംഘടിപ്പിക്കുന്നത് ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ യുവജന കമ്മീഷനാണ്. ഈ യുവജന കമ്മീഷൻ അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് ICYM, ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. കേരളത്തിലാണെങ്കിൽ ഇതിൽ KCYM എന്നാണ് അറിയപ്പെടുന്നത്, കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. ഈ ICYMൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിറ്റ്നസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ICYMൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ICYMനും ഈ 2025 ജൂബിലി വർഷമാണ്. പഴയ തലമുറ ഓർക്കുന്നുണ്ടായിരിക്കും, യേശു ക്രിസ്തു ജയന്തി 2000 മഹാജൂബിലിയുടെ പേരാണ് യേശു ക്രിസ്തു ജയന്തി. അതൊരു മഹാജൂബിലി ആയിട്ടാണ് ഭാരതത്തിലെ കത്തോലിക്ക സഭ ആചരിച്ചത്. അതിന് ഒരുക്കമായിട്ട് ഒരു 3 വർഷത്തെ ഒരുക്ക കാലഘട്ടം ഉണ്ടായിരുന്നു. 1997, 1998, 1999 3 വർഷം ഒരുക്ക കാലഘട്ടം. അതിനുശേഷമാണ് 2000 ഭാരതത്തിലെ കത്തോലിക്ക സഭ ഈ യേശുക്രിസ്തു ജയന്തിയായിരുന്നു. ഈ ഒരുക്ക കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള സെമിനാറുകൾ, നിരവധിയായിട്ടുള്ള ആലോചനകൾ ആത്മാവിനാൽ പ്രേരിതമായിട്ട്, പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ട് ഭാരത കത്തോലിക്ക സഭയിൽ നടക്കുകയുണ്ട്. അതിലൊന്നായിരുന്നു യുവജനങ്ങളെ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുക. ഇടവക തലത്തിൽ യുവജനങ്ങൾക്ക് സംഘടനയുണ്ട്, രൂപത തലത്തിൽ യുവജനങ്ങൾക്ക് സംഘടനയുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന തലത്തിൽ KCYM ഒക്കെ 1970 ചരിത്രമുണ്ട്, കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് അത് നാഷണൽ ലെവലിൽ ഇവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൂട്ടി ICYM 2000 ജന്മമെടുക്കുക, ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും ഒരു ജൂബിലി വർഷമാണ്, സാർവത്രിക സഭയ്ക്ക് ഒരു ജൂബിലി വർഷമാണ്. അത്തരത്തിൽ സംഘാടകർ ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ യുവജന രൂപതകളിലെ യുവജന ഡയറക്ടർമാരുണ്ട്, അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ആലോചിച്ചപ്പോഴാണ് നമുക്ക് അവരെ എല്ലാവരെയും
ഒരു ആത്മീയ ചൈതന്യത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണം. അങ്ങനെ പല സ്ഥലങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒന്ന് തിരഞ്ഞെടുത്ത ഷില്ലോങ് ആണ്, പിന്നീട് ഡൽഹി തിരഞ്ഞെടുത്തു. പക്ഷേ ആത്മാവിൻ്റെയും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഈ ഡിവൈൻ ഇംഗ്ലീഷ് സെക്ഷൻ മുരിങ്ങൂർ വരാനുണ്ടായി. എല്ലാത്തിലും ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഈ വിറ്റ്നസ് എന്ന പ്രോഗ്രാമിനായാലും ഈ വൈവിധ്യമാർന്ന യുവജനങ്ങൾ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമ്പസിൽ നോക്കുകയാണെങ്കിൽ ഒരു ഭാരതത്തിൻ്റെ തനിമയും സാർവത്രികതയും കാണാം. അവിടെ ട്രൈബൽ യൂത്ത് ഉണ്ട്, വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള വേറൊരു കൾച്ചറിലുള്ള യുവജനങ്ങളുണ്ട്, അതല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ആന്ധ്ര തെലുങ്കാന എന്ന സംസ്ഥാനങ്ങളിലുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ ട്രൈബ് വേറൊരു ട്രൈബൽ യൂത്താണ്. അവിടെ തന്നെ നമുക്ക് 300-ലധികം ട്രൈബുകളുണ്ട്. പിന്നെ ആദിവാസി. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു 3500 യുവജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ലീഡേഴ്സാണ്. ഭൂരിഭാഗം പേരും ലീഡേഴ്സും നേതൃത്വ നിരയിൽ പങ്കെടുക്കും. അപ്പോൾ ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ ഒരു വൈവിധ്യാർമ്മത, ഡൈവേഴ്സിറ്റി നമുക്കിവിടെ, അതാണ് എൻ്റെ ഒരു ബ്യൂട്ടി. അവരെല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം എന്ന് പറയുന്നത് ഈശോയാണ്. ആ ഈശോയാണ് എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവർ പല ഭാഷകൾ സംസാരിക്കുന്നു, അത് പല സംസ്കാരങ്ങളിലുള്ളവർ, പല എത്തിനിസിറ്റികൾ, പല എത്തിനിസിറ്റിയിലുള്ളവർ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈശോയാണ് അവരെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വിറ്റ്നസ് എന്ന് പറയുന്ന 2018 സാർവത്രിക സഭ യുവജനങ്ങളെ കൂടുതൽ സഭാ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമാക്കാൻ ഒരു യുവജനങ്ങളുടെ സിനഡ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ സിനഡ് നമ്മുടെ ഭാരതത്തിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തു, മെത്രാന്മാർ പങ്കെടുത്തു. വളരെയധികം ആത്മാവിനാൽ പ്രേരിതമായി ചർച്ചകൾ നടക്കുകയും അതിൻ്റെ സിനഡിൻ്റെ ഡോക്യുമെൻ്റ് ഫ്രാൻസിസ് പാപ്പായുടെ കാലഘട്ടത്തിലാണ് 2019 ഒക്ടോബറിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റിൻ്റെ പേര് ക്രിസ്തുസ് വിവിത്, ജീസസ് ഈസ് എലൈവ്. ക്രിസ്തു ജീവിക്കുന്നു. ആരിൽ ജീവിക്കുന്നു? എന്നിൽ ജീവിക്കുന്നു, നമ്മളിൽ ജീവിക്കുന്നു, സിസ്റ്ററിൽ ജീവിക്കുന്നു, എല്ലാവരിലും ജീവിക്കുന്നു. അപ്പോൾ യുവജനങ്ങളോട് പറഞ്ഞു, നിങ്ങളിലൊരു ക്രിസ്തു ജീവിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തു സാക്ഷികളാകണം. അപ്പോൾ അതിൻ്റെ ഒരു ചൈതന്യമാണ്. അപ്പോൾ വിറ്റ്നസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ഒരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുമുട്ടണം. അത് നിങ്ങളുടെ കൂട്ടുകാരനാണ്, അത് നിങ്ങളുടെ കൂട്ടുകാരത്തിയാണ്, അത് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനായ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തണം. ആ ക്രിസ്തുവിനോട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ചിലർക്ക് പഠിക്കുന്നതിൻ്റെ ടെൻഷനായിരിക്കാം, ചിലർക്ക് മാതാപിതാക്കളുടെ അമിതമായിട്ടുള്ള ഒരു കൺട്രോളിൻ്റെ ടെൻഷനായിരിക്കാം, അതല്ല എങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ കോളേജുകളിലോ ഉള്ള ടെൻഷനായിരിക്കാം. ചിലരെല്ലാം നമ്മുടെ യുവാക്കൾ പകുതിയിൽ, ഇപ്പോൾ ഭാരതത്തിലെ കത്തോലിക്ക സഭയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ യുവജന സഭയാണ്. അത് യൂറോപ്പിലെയോ അതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളിലെയോ അതുപോലെ തന്നെ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലെ ഫിലിപ്പൈൻസും ഭാരതവുമാണ് യുവജന സഭ എന്ന് വിളിക്കുന്നത്. കാരണം ഇവിടെ ഭൂരിഭാഗം യുവാക്കളാണ്. അതുകൊണ്ട് സാർവത്രിക സഭ എപ്പോഴും ഏഷ്യയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ ആൻഡ് ഫിലിപ്പൈൻസ് ആണ്. കാരണം ഇവിടെയാണ് കൂടുതൽ യുവാക്കളുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ യുവജനങ്ങളെ രൂപീകരിക്കാൻ എപ്പോഴും ഈ മെത്രാൻ സമിതികൾക്ക് വത്തിക്കാനും നിർദ്ദേശം നൽകാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെയാണ് സഭയുള്ളത് കൂടുതൽ. ഇപ്പോൾ ആഫ്രിക്കൻ സഭയും വളർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളേറെ ഒരു യുവജനങ്ങളുടെ, നമ്മളുടെ പകുതിയിലധികം പേര് യുവാക്കളാണ്, യങ് ചർച്ചാണ്. കാരണം ഇപ്പം തന്നെ നമുക്ക് നോക്കിയത് സാർവത്രിക സഭയിൽ ഭാരതത്തിലുള്ള വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സാന്നിധ്യം. എവിടെ പോയാലും നമുക്ക് ഭാരതത്തിലൊരു അച്ഛനെ കാണാൻ സാധിക്കും, ഭാരതത്തിലെ ഒരു സിസ്റ്ററെ കാണാൻ. അത് യുവാക്കളിൽ നിന്ന് യേശുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് അവർ ആ തീരുമാനത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് യേശുവിനെ കണ്ടുമുട്ടാൻ നമ്മുടെ ഭാരതത്തിലെ യുവാക്കളെ സഹായിക്കുന്ന ഒരു പരിപാടി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ തന്നെ തിരഞ്ഞെടുക്കാൻ. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കാം, അത് ആത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അരൂപിയുടെ പ്രവർത്തനമായിട്ടുള്ള തീരുമാനമായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഈ 3500 പേരെ ഒരുമിച്ച് കൊണ്ടുവരുമുണ്ടായിരുന്ന ലൊജിസ്റ്റിക് ബുദ്ധിമുട്ടുകൾ. അവരുടെ ഭക്ഷണ രീതി വ്യത്യസ്തമാണ്. അവർക്ക് പലർക്കും ഈ ഭക്ഷണം ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം എല്ലാവരും ആഗ്രഹമാണ്. നമ്മൾ കേരളീയർ മലത്ത് പോയി കഴിഞ്ഞാൽ കേരള ഹോട്ടലിൽ തന്നെ അന്വേഷിച്ചിട്ടൊക്കെ, ഞാനൊക്കെ ഭാരത സഭയിൽ വർക്ക് ചെയ്യുന്ന കാരണം ഏത് ഭക്ഷണമായിട്ട് അഡ്ജസ്റ്റ്. അപ്പോൾ അവരുടെ ഭക്ഷണ രീതി വ്യത്യസ്തമാണ്, അവരുടെ ജീവിത രീതികൾ പിന്നെ അവരുടെ ലാംഗ്വേജ് ഇപ്പോൾ ചിലർക്ക് അവരുടെ ഭാഷയിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ അറിയുള്ളൂ. ഇപ്പോൾ ഭാരതത്തിലെ കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 32 മിസ്സലുണ്ട്. അതായത് ഒഫീഷ്യലായിട്ട് 32 ലാംഗ്വേജുകളിൽ കുർബാന ചൊല്ലുന്നുണ്ട്. അതേസമയം 300-ലധികം ഭാഷകളുണ്ട്.
ഈ വിശ്വാസികൾ, കത്തോലിക്ക വിശ്വാസികൾ 300-ലധികം ഭാഷ. അപ്പോൾ ഇതിൻ്റെ ലൊജിസ്റ്റിക്സ് നോക്കുമ്പോൾ, ഇതിൻ്റെ സംഘാടക തലത്തിൽ നോക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. ഞങ്ങൾക്ക് ഇവരെ ലാംഗ്വേജ് തിരിച്ച് സെഷൻസൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ പരിമിതികളുണ്ട്, അതുകൊണ്ട് അത് പറ്റുന്നില്ല. എങ്കിലും അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, അവർക്കൊരു ആത്മീയ രൂപയിലേക്ക് കൊണ്ടുപോവുക, ഈശോ അനുഭവത്തിലേക്ക്, യേശുവിനെ അനുഭവിക്കുന്നവരാകുക, ഇവിടെ ഉണ്ടാകുന്ന ഒരു ആത്മീയ ഉണർവിൽ അവർ തിരിച്ചു പോവുക. അവരിൽ ഇപ്പോൾ ഈ 3500 പേർക്കും ഒരു യേശു അനുഭവം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു 500 പേർക്ക് ഒരു ആത്മാവിൻ്റെ നിറവുണ്ടാകുകയും ഒരു യേശു അനുഭവം ഉണ്ടാകുകയും അത് തന്നെ ഒരു വലിയൊരു നേട്ടമാണ്. അതാണ് വിറ്റ്നസ് എന്നൊരു പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക, സുവിശേഷ പ്രവർത്തകരാകുക. നിങ്ങളുടെ ഉള്ളിലൊരു ഈശോയുണ്ട്, ആ ഈശോ നിങ്ങളോട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് നിങ്ങൾ ഈശോയെ കണ്ടുമുട്ടുക? ഇത്തരത്തിൽ ഒത്തിരിയേറെ യുവജനങ്ങൾ, ഞാനൊരിക്കൽ ഒരു കഥ പറയുകയാണെങ്കിൽ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാഠ്മണ്ഡുവിൽ പോയപ്പോൾ അവിടെ നിർമ്മൽ എന്ന് പറഞ്ഞൊരു കൊച്ചു സിസ്റ്ററെ കണ്ടുമുട്ടി. വളരെ ഗ്രേസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ സിസ്റ്ററെ കണ്ടുപിട്ടു. ഇപ്പോൾ പ്രൊവിൻഷ്യൽ ഹൗസാണ്, CJ സിസ്റ്റേഴ്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസാണ്. അപ്പം സിസ്റ്റർ, ഞാൻ പറഞ്ഞ പ്രൊവിൻഷ്യൽ ആ സിസ്റ്റർ വളരെ ഒരു പ്രത്യേകതയാണല്ലോ, വളരെ ഗ്രേസ്ഫുള്ളായിട്ടാണല്ലോ എല്ലാം ചെയ്യുക. അപ്പോൾ കം നിർമ്മൽ ടെൽ ദ സ്റ്റോറി. അപ്പോൾ നിർമ്മൽ വന്ന് പറഞ്ഞത്, ഞാനൊരു ഹിന്ദു ട്രഡീഷൻ ഫാമിലിയിൽ ജനിച്ചതാണ് അച്ഛാ. എൻ്റെ കോൺവെൻറ്റിലെ ചാപ്പലിൽ കുറച്ച് കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂൾ ചാപ്പലിൽ കുറച്ച് കുട്ടികൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കണ്ട് ഞാനും പ്രാർത്ഥിക്കാൻ, ഞാൻ അവിടെ യേശുവിനെ കണ്ടുമുട്ടി, ഞാൻ യേശുവായിട്ട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ഒരു ക്രിസ്ത്യാനിയാകണം, കത്തോലിക്കയാകണം, സിസ്റ്ററാകണം. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ എൻ്റെ ഫാദർ, അപ്പൻ ഈ ഹൈ ക്ലാസ് ഹൈന്ദവ പുരോഹിതനാണ്, അവരൊന്നും അനുവദിച്ചില്ല. പക്ഷേ എങ്കിലായി. അതിനുശേഷം ഈ കുഞ്ഞു സിസ്റ്റർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛൻ ഈശോയെ കണ്ടിട്ടുണ്ടോ? അച്ഛൻ ഈശോയോട് സംസാരിച്ചിട്ടുണ്ടോ? അത് എൻ്റെ ഹൃദയത്തിൽ ഇന്നും ഇങ്ങനെ തട്ടി നിൽക്കുന്നൊരു ചോദ്യമാണ്. എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുകയും എല്ലാ ദിവസവും ഈശോയെ കൈകളിലെടുത്ത് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈശോയായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇതൊരു വളരെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ്. അത് ആരിലായാലും, ബിഷപ്പായാലും ശരി, മെത്രാനായാലും ശരി, സന്യാസിയായാലും ശരി, ഈശോയെ കണ്ടുമുട്ടുന്നൊരു തലമുണ്ട്. ആ തലത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. അപ്പോൾ ആ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി, വിറ്റ്നസ് എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഒരു ക്രിസ്തു അനുഭവം, ഒരു ആത്മീയ നിറവ് കൊടുക്കുക, അവരെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ യുവജന കമ്മീഷൻ ഈ പരിപാടി ഇവിടെ ഈ 5 ദിവസമായിട്ട് ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അച്ഛനോടൊരു വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അച്ഛാ, ഇപ്പോൾ യൂത്ത് കമ്മീഷൻ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കുന്നത്, ഈ ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമാണോ, ആര് നടത്തുന്ന പ്രോഗ്രാമാണെന്നാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, ഭാഷകൾ വ്യത്യാസം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ പലരുടെയും ഡ്രസ്സിൽ ICYയും, അച്ഛൻ പറഞ്ഞ പോലെ ICYയും കണ്ടു. മറ്റൊന്ന് കണ്ടത് കമ്മ്യൂണിയോ ആണ്. അപ്പോൾ കമ്മ്യൂണിയെ കുറിച്ച് അധികം ആർക്കും അതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ അച്ഛാ? നമ്മൾക്ക് ഭാരതത്തിൽ കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വിവിധ വകുപ്പുകളുണ്ട്. ഏകദേശം എന്നോടൊപ്പം 34ഓരം സഹ വൈദികരും സിസ്റ്റേഴ്സും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് നമ്മളുടെ കമ്മ്യൂണിയോ. അത് ജന്മമെടുക്കാൻ ഒത്തിരി കാലഘട്ടത്തിൽ അതിന് ചരിത്രമുണ്ട്. പക്ഷേ എങ്കിൽ ആത്മാവും അതുപോലെ ദൈവത്തിൻ്റെ പദ്ധതിയും പ്രകാരം 2017 ഔപചാരികമായിട്ട് ഈ കമ്മ്യൂണിയോ ഇപ്പോൾ ഈ സിനഡ് വന്നതിന് ശേഷം വളരെ എല്ലാവർക്കും തന്നെ പരിചിതമായ കമ്മ്യൂണിയൻ മിഷൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിയൻ വളരെ എല്ലാവർക്കും സുപരിചിതമായിരുന്നു. അതിനു മുമ്പ് ഇത് കമ്മ്യൂണിയൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എന്താണെന്ന് അറിയാം. പക്ഷേ നമ്മളെല്ലാവരും സഹോദരൻ, ഈ ഭാരതത്തിലുള്ള എല്ലാവരും നമ്മുടെ പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനത്തിൽ ഈ ഭാരതത്തിൻ്റെ വിവിധ കോണുകളിലേക്ക്, പ്രത്യേകിച്ച് ഭാരതത്തിലെ സഭ മെട്രോപൊളിറ്റൻ സിറ്റീസിലല്ല, ഭാരതത്തിലെ സഭ അതിൻ്റെ ഗ്രാമങ്ങളിലാണ്. ഈ ഗ്രാമങ്ങളിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ വന്നിരിക്കുന്ന കൊച്ചുങ്ങളോടൊക്കെ ചോദിച്ചാൽ പറയും അവരുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്. കാടിനകത്തുള്ള പള്ളികൾ, നമ്മൾ പറയും ആഫ്രിക്കയിലാണോ? ഇല്ല, ഇന്ത്യയിലെ സഭ അങ്ങനെയാണ്. ഇപ്പോൾ ജാംഷഡ്പൂർ ഡായ്സ് ഒരു ഉദാഹരണം പറഞ്ഞു. അവർക്ക് 80 സ്റ്റേഷൻസ് കാടിന് അകത്താണ്. ഈ കാടിനകത്ത് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഓഫ് റോഡിൽ കൂടി പോകണം. ഞാൻ ഈ ഓഫ് റോഡിൽ പോയിട്ട് എനിക്ക് നടുവേദന വന്നു, കാരണം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് നടന്ന് ചെല്ലുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു സജീവമായ ക്രൈസ്തവ സമൂഹത്തെയാണ്. അവർ യേശുവിന് വേണ്ടി ദാഹിക്കുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാരുണ്ട്. അവരൊക്കെയാണ് വിശുദ്ധർ, ഭാരതസഭയിൽ അറിയപ്പെടാത്ത വിശുദ്ധർ. അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാനൊരിക്കൽ ജൊവായ് ഡായ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘാലയയിലെ ഒരു രൂപതയാണ്.
അവിടെ നമുക്ക് നമ്മുടെ ട്രൈബ്സ് എന്ന് പറയുന്ന ഖാസി, പനാർ, വാർ ട്രൈബുകളാണ്. ഈ വാർ ട്രൈബ് അത് ബംഗ്ലാദേശിലേക്കും സ്പ്രെഡ് ചെയ്യിക്കുന്ന ഒരു ട്രൈബാണ്, ഒരു ഗോത്രവർഗമാണ്. അവരുടെ ഒരു വില്ലേജിലെ പാരിഷിൽ പോയി. അന്നത്തെ അവിടുത്തെ ബിഷപ്പ് ഇന്നത്തെ ഷിലോങ്ങിലെ ആർച്ച് ബിഷപ്പ് വിക്ടർ ലിൻഡോക്കാണ്. വിക്ടർ ലിൻഡോക്ക് ജോവായ് ബിഷപ്പാണ്. അപ്പോൾ ബിഷപ്പിനോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചിങ്ങനെ വില്ലേജ് പാരിഷുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമത്തിലുള്ള, അപ്പോൾ അങ്ങനെ 1-2 പാരിഷ് കൊണ്ടുപോയപ്പോൾ, ഒരു പാരിഷിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എല്ലാം പള്ളി വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ്. പള്ളിയുടെ മതിൽ ഈ ബാമ്പു മുള കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ പിന്നെ വികാരിയച്ഛൻ്റെ മുറിയിലേക്ക് പോയി. വികാരിയച്ഛൻ്റെ വീടും വികാരിയച്ഛൻ താമസിക്കുന്നതും വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ്. ആ ബാമ്പു കൊണ്ട് മുള കൊണ്ടുള്ള മറച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വരുന്ന സ്ഥിതിയാണ്. കാരണം ഭയങ്കര വിഷമം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ എന്തെങ്കിലും പൈസ സ്വരൂപിച്ച് തരാം, അച്ഛനൊരു നല്ലൊരു ഇത്. കാരണം ഞാൻ അന്ന് ചെല്ലുന്നത് ഒരു സമ്മർ കാലഘട്ടം, ഒരു വേനൽ കാലഘട്ടമാണ് ഭാരതത്തിൽ. അപ്പോൾ നമ്മളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ 42-42, പക്ഷേ അവിടെ അന്നത്തെ ടെമ്പറേച്ചർ ബിലോ 10 ആണ്. അപ്പോൾ ചില്ലാണ്. അപ്പോൾ തണുപ്പ് കാലത്ത് എന്തിരിച്ചു. അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ 2-3 സ്വട്ടറൊക്കെ ഇട്ടാണ് ഈ അച്ഛൻ്റെ മേടക്കാതിരിക്കും. അപ്പോൾ ഞാൻ അച്ഛനോട് അച്ഛൻ ഞാൻ എന്തെങ്കിലും പൈസയൊക്കെ സ്വരൂപിച്ച് തരാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു സ്റ്റീവൻ പുറത്തേക്ക് വാ, സ്റ്റീവനച്ഛൻ പുറത്തേക്ക് വാങ്ങുന്നു. പുറത്തേക്ക് കൊണ്ട് എന്നെ കാണിച്ചത്. അപ്പം ഞാൻ നോക്കുമ്പോൾ മരങ്ങളുടെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു വീടുകളുണ്ട്, എല്ലാം ഈ വൈക്കോല് കൊണ്ടുള്ള വീടുകൾ. ആ വൈക്കോല് കൊണ്ടുള്ള വീടുകൾ ബാമ്പുകൾ. ഞങ്ങളുടെ ആളുകൾ ഇങ്ങനെയാണ്, എനിക്കത് മതി, ഞാൻ സന്തോഷവും എൻ്റെ ആളുകൾ സന്തോഷം. അതിനുശേഷം തിരിച്ച് ജീപ്പിൽ ബിഷപ്പ് വിക്ടർ ലിൻഡോക്കിനൊപ്പം തിരിച്ചു പോരുമ്പോൾ പിതാവ് പറഞ്ഞു, ഈ അച്ഛൻ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വലിയൊരു സമ്പന്ന കുടുംബത്തിലുള്ള അച്ഛനാണ്. അദ്ദേഹം വളരെ എല്ലാം ചെറുപ്പത്തിൽ ആസ്വദിച്ചാണ്. വലിയ നല്ല സ്കൂളിൽ പഠിച്ചു, സമ്പന്നമായ ചുറ്റുപാടിൽ വന്നു. പക്ഷെ അദ്ദേഹം ഈ ഒരു ഗ്രാമത്തിൽ പോയി വൈക്കോലുള്ള ഒരു പ്രാഥമിക സൗകര്യം പോലും നിർവഹിക്കാൻ സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി. അവരൊക്കെയാണ് ഭാരത സഭയിൽ അറിയപ്പെടാത്ത വിശുദ്ധർ. അപ്പോൾ ഇവരെയൊക്കെ സഹായിക്കാൻ നമുക്കൊരു കടമയുണ്ട്. അതാണ് പറഞ്ഞത്, കമ്മ്യൂണിയോ ഒരു ഫാമിലിയാണ്. എനിക്കതെൻ്റെ ബ്രദറാണെന്ന് തോന്നണം, എനിക്കതെൻ്റെ സിസ്റ്ററാണെന്ന് തോന്നണം. ആ ഒരു വലിയ ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്നുദ്ദേശിച്ചാണ് നമ്മൾ കമ്മ്യൂണിയെ തുടങ്ങിയത്. അപ്പോൾ കമ്മ്യൂണിയെ തുടങ്ങി ഭാരതത്തിലെ മിഷൻ പ്രവർത്തകർ പലപ്പോഴും ഫോറിൻ ഫണ്ടുകളെ ആശ്രയിക്കും. എന്തിനും നമ്മൾ ഫോറിൻ ആളുകൾ, നമുക്ക് നമ്മളെ തന്നെ അവിടെ ഞാനൊരു 10 പൈസ അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു സ്ത്രീയെ കണ്ട. ആ സ്ത്രീ ഈ ലൗണ്ടറിയിൽ, മെക്കനൈസ്ഡ് ലൗണ്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഡൽഹിയിൽ. അപ്പോൾ എന്നോട് വളരെ ഡിവോട്ടറായിട്ടുള്ള ഒരു എൽഡർലി ലേഡി. അപ്പോൾ ഞാൻ 5 ദിവസം വർക്ക് ചെയ്യുന്നത് എൻ്റെ ഫാമിലിക്കും, ഞായറാഴ്ച അവധി, ശനിയാഴ്ചത്തത് സഭയുടെ മിഷനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലൗണ്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കണം. സാധാരണ ബിലോ സാധാരണ ഒരു 4th ക്ലാസ് എംപ്ലോയി എന്നൊക്കെ പറയാം. അപ്പോൾ അവർക്ക് പോലും ഒരു മിഷൻ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ നമുക്ക് അവരെ സഹായിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളുടെ ഭാരതസഭയെ ഒരു സെൽഫ് സഫിഷ്യൻസി, മിഷൻ പ്രവർത്തനങ്ങളിൽ സെൽഫ് സഫിഷ്യൻസിയിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു ചിന്തയോടു കൂടിയാണ് 2017 ഭാരതത്തിലെ മെത്രാന്മാരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് കമ്മ്യൂണിയോ എന്ന ഒരു ആശയം രൂപീകരിക്കും. ഇതൊരു ഫണ്ടിങ് ഏജൻസിയാണോ? അതെ. അന്നൊരു ഫണ്ടിങ് ഏജൻസിയാണ് അല്ല. കാരണം ഇതൊരു മിഷൻ സ്പിരിറ്റ്. പിന്നെ 2013 പോപ്പ് ഫ്രാൻസിസ് നമുക്കൊരു നല്ലൊരു ഡോക്യുമെൻ്റ് നൽകുന്നുണ്ട്, എവാഞ്ചലി ഗൗതിയം, ദ ജോയ് ഓഫ് ദ ഗോസ്പൽ. അതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്. എല്ലാവരും മിഷണറിമാരാണ്, മിഷണറി ഡിസൈപ്പിൾസുമാണ്. നമ്മൾ മിഷണറിമാർ മാത്രമല്ല, യേശുവിൻ്റെ പാദാതിൽ ഇരുന്നു കൊണ്ട് മിഷൻ അനുഭവിക്കുന്നവരും അത് പഠിക്കുന്നവരുമാണ്. ആ ഒരു കോൺസെപ്റ്റ് കൂടി ഡെവലപ്പ് ചെയ്ത നമ്മൾ കമ്മ്യൂണിയോ മിഷൻ പ്രേയർ സോളിഡാരിറ്റി, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഈ യൂത്ത്, നമ്മൾ പലപ്പോഴും വിചാരിക്കും ജീസസ് യൂത്ത് അല്ല എങ്കിൽ ഈ കരിസ്മാറ്റിക് യൂത്തുകൾ മാത്രമാണ് കുറേ ആധ്യാത്മികം. ഇല്ല, അതിനപ്പുറത്തും യൂത്ത് അവർ വളരെ നല്ലവരാണ്. അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാം അതിപ്പോൾ കാർലോ അക്യൂട്ടസ് ഒക്കെ വിശുദ്ധനായപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. പാൻസ് ഇട്ട വിശുദ്ധൻ, ആദ്യമായിട്ടാണ് പാൻസും ടീഷർട്ടും ഇട്ട ഒരു വിശുദ്ധൻ്റെ രൂപമൊക്കെ പ്രദർശനത്തിന് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ജീസസിലുണ്ടെങ്കിൽ സ്പിരിച്വൽ, ഇവൻ അത്ര സ്പിരിച്വൽ, ഇവൻ വേറൊരു സംഘടന, അവനൊരു ആധ്യാത്മികതയുണ്ട്, അവൻ്റെ ഉള്ളിലും യേശുണ്ട്. അവിടെയാണ്. അപ്പോൾ ഇവരിൽ ഞങ്ങൾ പലരും തിരിച്ചറിഞ്ഞു ഇവരൊക്കെ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ ICYM ഈ സംഘടന വഴി തന്നെയാണ് ഞങ്ങളൊരു മിഷണറി ട്രെയിനിങ് പ്രോഗ്രാം, അത് ജീവിതകാലം മുഴുവൻ മിഷണറിമാരെ ആഗ്രഹിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു പരിപാടി നടന്നു. ഞങ്ങൾ 20 പേരെ ഉദ്ദേശിച്ചുള്ളൂ, 120 പേര് അപ്ലൈ ചെയ്തു. 20 പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് 120 പേരാണ്. അതിൽ നിന്ന് സ്ക്രീൻ ചെയ്താണ്
20 പേരെ തിരഞ്ഞെടുത്ത് കമ്മ്യൂണിയുടെ ഫസ്റ്റ് മിഷണറി ട്രെയിനിങ് പ്രോഗ്രാം നടത്തുക. ഇവരോട് നമ്മൾ പറഞ്ഞത് 2013 പോപ്പ് ഫ്രാൻസിസിൻ്റെ ഇവാഞ്ചലിൻ കൈതിൽ ആശ്രമം, നിങ്ങൾ മിഷണറിയാണ്. യേശുവിനെ കണ്ടെത്തിയാൽ നിങ്ങൾ മിഷണറി ആകും. യേശുവിനെ കണ്ടുമുട്ടി യേശുവിനെ നിങ്ങൾ പങ്കുവയ്ക്കുന്ന, നിങ്ങൾ എവിടെയാലും മിഷണറിയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ, ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു നല്ല വാല്യൂ, മറ്റുള്ളവരുടെ ജീവിതത്തിലെ സുന്ദരമാക്കുന്ന ഒരു വാല്യൂ ഉള്ള ഒരു സാധനം കൊടുക്കുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു റീപോസ്റ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യാം, യു ആർ എ മിഷണറി. അത് നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റില്ലേ? ഒരാളുടെ ജീവിതത്തിൽ ഒരു നല്ല സന്ദേശം കൊടുക്കാൻ പറ്റില്ലേ? ആ ഒരു ആശയത്തിലാണ് നമ്മൾ മിഷണറി ട്രെയിനിങ് നടത്തിയത്. അതിൻ്റെ ഒരു 25 വയസ്സിന് താഴെയുള്ളവരെ തിരഞ്ഞെടുത്തത്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൽ 3 പേര് ഡോക്ടർമാരാണ്, അതിൽ ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, അതിൽ 6 പേര് കോർപ്പറേറ്റ് കമ്പനിയിൽ വലിയ സാലറിക്ക് വർക്ക് ചെയ്യുന്നവരാണ്. അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. ഈ വന്നതും അപ്ലൈ ചെയ്തൊക്കെ വളരെ ഹൈ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, ഡോക്ടറേറ്റ് ചെയ്യുന്നവരുണ്ട്, PhD ചെയ്യുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് വന്നത്. അവർക്ക് സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അച്ഛന്മാരാണോ? വേണ്ട. നിങ്ങൾക്ക് സിസ്റ്ററാണോ? വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് മിഷണറിമാരാണ്. യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതാണ് കമ്മ്യൂണിയോ മിഷണറി ആനിമേഷൻ്റെ ആദ്യത്തെ തുടക്കം. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച്. അപ്പോൾ അതൊരു ട്രയൽ ആൻഡ് മീൻസ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് എന്ന രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷേ ഒരു വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതികരണമാണ് യുവജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. അത് ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ വളരെ സ്പർശിക്കുകയുണ്ടായി. ഇന്നത്തെ യൂത്ത് കമ്മീഷണർ സെക്രട്ടറി ആയിരിക്കുന്ന ഫാദർ ചേതൻ മച്ചാടും, അതുപോലെ തന്നെ കമ്മ്യൂണിയൻ്റെ വർക്ക്, പിന്നീട് കമ്മ്യൂണിയ അത് CCBയുടെ ഓഫീസിൻ്റെ ഡയറക്ടർ ഇല്ലായിരുന്നു. അതിൻ്റെ വർക്ക് കൂടിയപ്പോഴാണ് പിന്നീട് ഒരു ഡയറക്ടർ വെക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മെത്രാൻ സമിതി തീരുമാനിച്ച അസോസിയേറ്റ് ഡയറക്ടർ, അങ്ങനെ ഒരു എൻജിനീയറായി കമ്പനി മാനേജറായൊക്കെ സേവനം ചെയ്ത് അതെല്ലാം വലിച്ചെറിഞ്ഞ് ജോലിയെല്ലാം ഉപേക്ഷിച്ച അച്ഛനായ ആന്ധ്രാപ്രദേശുകാരൻ വിജ്ഞാൻ ദാസിനെ അസോസിയേറ്റായിട്ട് കമ്മ്യൂണി. അപ്പോൾ കമ്മ്യൂണി പ്രോജക്റ്റ് ഓഫീസ് പോകുന്നു. പിന്നെ ഈ മിഷൻ ആനിമേഷൻ പിള്ളേർ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. നമ്മളുടെ ബാച്ച് ഒരു 100ഓളമായി. പിന്നെ നമ്മൾ വിവിധ റീജിയനിൽ തുടങ്ങി. അപ്പോൾ അവരെ കണ്ടിന്യൂസ് ആയിട്ട് ആനിമേറ്റ് ചെയ്യണം. അങ്ങനെയാണ് രണ്ടാമത് ഒരു അസോസിയേറ്റ് ഡയറക്ടറും കൂടി വെക്കുന്നത്, സിസ്റ്റർ മാർഗരേറ്റ ഡൈസ്, ചാൾസ് ബൊറോമിയോ കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റർ മാർഗരേറ്റ ഡൈസ് ഈ കുട്ടികളെ ഫോളോ ചെയ്യണം. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം സഭയ്ക്ക് വേണ്ടി. മിഷൻ സ്പിരിറ്റ് ഉണ്ട്, അവരാണ് ടാലൻറ്റഡ് ആണ്. അപ്പോൾ അവർ അക്കമ്പനി ചെയ്യണം. ദാറ്റ്സ് എ വെരി യൂത്ത് മിനിസ്റ്റർ അക്കമ്പനിങ് ആണ്. അപ്പോൾ ആ ഒരു ഇത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് പ്രോഗ്രാം ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ കുട്ടികളെ ഒരു അടുത്ത ബാച്ച് പോകാൻ പോകുന്ന ഒരു ബാച്ചിന് നമ്മൾ മിഷൻ എക്സ്പോഷർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇറ്റാനഗർ ഡയസിൽ അരുണാചൽ പ്രദേശ് കൊണ്ടുപോയി. അപ്പോൾ ആദ്യമായിട്ടാണ് അവരെല്ലാം ഈ വില്ലേജിൽ പോകുന്നത്, ഫോറസ്റ്റിനടുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജെസിക്ക ലെപ്ച എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, വോളണ്ടിയർ. അവളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, സിക്കിമിൽ നിന്നുള്ളൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ അതിൻ്റേതായ ജീവിത സാഹചര്യത്തിനാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാടിന് നടുക്ക് പോകുന്നു, പ്രാഥമിക സൗകര്യം നേടിക്കാൻ ഒന്നുമില്ല. അവിടുത്തെ ഒരു വില്ലേജിൽ പോയി താമസിക്കുന്നു, പുഴയും കാടും മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയും അവളൊരു യേശു അനുഭവത്തിലാണ് തിരിച്ചു വരുന്നത്, ആ മിഷണറിമാരുടെ. കാരണം അവരുടെ പ്രവർത്തനങ്ങളും അവിടുത്തെ വിശ്വാസികളുടെ ഇതെല്ലാം കണ്ടിട്ട് ആ ഒരു യേശു അനുഭവത്തിൽ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് കമ്മ്യൂണിയൻ. 2017 ഭാരതത്തിലെ കത്തോലിക്ക സഭ ആരംഭിച്ചതാണ്. മിഷൻ പ്രവർത്തനത്തിൽ കൂടുതൽ അൽമായ പങ്കാളിത്തം കൊണ്ടുവരിക. കാരണം നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് റിയാലിറ്റിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോൾ എല്ലാ വർഷവും നമുക്കൊരു 1000-ലധികം സിസ്റ്റേഴ്സിൻ്റെ റിഡക്ഷൻ ഉണ്ട് സഭയിൽ. അത് കറക്റ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾക്ക് കാണുന്ന ഈ സിസ്റ്റേഴ്സ് ഒരു 100 വർഷം കഴിയുമ്പോൾ ദൈവത്തിന് വേറെ പദ്ധതി ഉണ്ടാകും. പക്ഷെ നമ്പർ കുറഞ്ഞു വരുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ദൈവം വേറൊരു പദ്ധതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അൽമായർ മുന്നോട്ട് വരികയാണ്, മിഷണറിമാരാകാൻ തയ്യാറാകുകയാണ്. അപ്പോൾ അവർ രൂപപ്പെടുത്തണം, അവർക്ക് പരിശീലനം നൽകണം, അവരെ ഭാരതസഭയുടെ മിഷൻ പ്രവർത്തനം ഏൽപ്പിക്കണം. അവർ യേശുവിനെ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. അവരതിന് നിൽക്കുമ്പോൾ നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കുക. എമാവൂസിലേക്ക് യാത്ര ചെയ്ത യേശുവിനെ പോലെ, നിരാശരായി യാത്ര ചെയ്ത ശിഷ്യന്മാരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്ന യേശുവിനെ പോലെ നമ്മൾ സഭയിലെ മെത്രാന്മാർ, സഭയിലെ വൈദികർ, ഇത്തരത്തിലുള്ള യുവജനങ്ങളോടൊപ്പം യാത്ര ചെയ്യുക. അവരോട് ഉപദേശിക്കേണ്ട, അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട. അവർക്കറിയാം. ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ ജെൻ സി എന്ന ജനറേഷൻ, മിലേനിയം ജനറേഷൻ, അവർക്കെല്ലാം അറിയാവുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ ഉപദേശിക്കാനും ക്ലാസ് എടുക്കാനും വേണം. അവരോടൊപ്പം നടന്നാൽ മതി. അവർക്കും ഉണ്ട് ഒരാഗ്രഹം ആധ്യാത്മികമായി ആഴപ്പെടുത്താൻ. അപ്പോൾ അതാണ് കമ്മ്യൂണിയോ. പിന്നെ കമ്മ്യൂണിയന് പ്രോജക്റ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് ഫണ്ടെല്ലാം മൊബിലൈസ് ചെയ്യുന്നുണ്ട്. 200ഓളം പ്രോജക്റ്റുകൾ, ചെറുതും വലുതും. കൂടുതലും നമ്മൾ കമ്മ്യൂണിറ്റി ആൻഡ് പേഴ്സൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കൂടുതൽ സ്ട്രക്ചറുകൾ ഉണ്ടാക്കുന്നതിനേക്കാളേറെ
വ്യക്തികളെ രൂപപ്പെടുത്തുക, സമൂഹങ്ങളെ രൂപപ്പെടുത്തുക എന്നൊരു പ്രിൻസിപ്പിളാണ് കമ്മ്യൂണിറ്റി പോളെന്ന്. ഒരു 10-200ഓളം പ്രോജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ റൂറൽ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ വില്ലേജ് പള്ളി പണിയാൻ ഒക്കെ വരുമ്പോൾ ഫാദർ വിജ്ഞാൻ ദാസാണ് ഈ പ്രോജക്റ്റ് എല്ലാം ഫസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യുക. അതിനുശേഷം ഒരു പ്രോജക്റ്റ് സെലക്ഷൻ കമ്മിറ്റി മെത്രാന്മാരുടെ ഉണ്ട്. കാരണം എല്ലാം ഈ 1 രൂപ കിട്ടിയാലും 1 രൂപ ഞങ്ങൾ ദൈവത്തിനോട് കടപ്പാടുള്ളവരാണ്. കാരണം ജനങ്ങൾ തരുന്ന പൈസയാണ് ഈ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകണമെന്ന് കരുതിക്കൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിക്ക് പ്രോജക്റ്റ് സെലക്ഷൻ്റെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് വരുമ്പോഴേക്കും 15 ലക്ഷം രൂപ 20 ലക്ഷം രൂപ ഒരു പള്ളി പണി തീർക്കും. അപ്പോൾ കരച്ചിൽ വരും നമുക്ക്. നമ്മൾ കേരളത്തിൽ നോക്കുമ്പോഴേക്കും ഒരു വാതിലിന് ഒരു പള്ളിയുടെ ജനലിന് വേണം 20 lakhs 30 lakhs. അത് പണി തരത്തുമില്ല. അപ്പോൾ അവിടെ ഒരു 20 ലക്ഷം രൂപ കൊടുത്ത് അവർ പള്ളി പണിത് തീർക്കും. അതേ ഉള്ളൂ. അവർ സന്തോഷമാണ്. അതാണ് ഭാരതത്തിലെ സഭ, അതാണ് ഭാരതത്തിലെ മിഷൻ പ്രവർത്തനം. അവിടെ പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ വിശുദ്ധരായ വൈദികരും വിശുദ്ധരായ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആത്മായ നേതാക്കളും ഒക്കെയുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ് സെലക്ഷൻ കമ്മിറ്റിയിൽ നമ്മളിരിക്കുമ്പോൾ നമുക്ക് കണ്ണിൽ കരച്ചിൽ വരും അവരുടെ സിറ്റുവേഷൻ കാണുമ്പോൾ. ദൈവമേ, നമുക്ക് എത്ര നല്ല സൗകര്യങ്ങൾ, പ്രാർത്ഥിക്കാൻ നല്ല ദേവാലയം, താമസിക്കാൻ നല്ല വീട്, സ്നേഹിക്കാൻ ഒത്തിരിയേറെ പേര്. പക്ഷെ അവർക്ക് അതൊന്നും എങ്കിലും സന്തോഷം. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, അരുണാചൽ പ്രദേശിലെ മിയോവോ ഡയസിസിലെ ലോങ്ടിങ് എന്ന പാരിഷിൽ ഞാനൊരു മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്പോഷന് വേണ്ടി പോയപ്പോൾ അവിടെ ഇതുപോലെ 10-14 കിലോമീറ്റർ ഓഫ് റോഡിൽ കൂടി പോയി പിന്നെ ഫ്ലോറസ് നടുക്ക് അവിടെ ചെല്ലുമ്പോൾ അവരുടെ വിശ്വാസം കാണാം. അവർ കാത്തിരിക്കുക, അച്ഛൻ വരുന്ന കാത്തിരിക്കും. ഞാൻ എപ്പോൾ ചെല്ലുന്നു അപ്പോഴാണ് കുർബാന. അവർ കാത്തിരിക്കുക. അപ്പോൾ അവരുടെ അത്തരത്തിലുള്ള അവർ നേതൃത്വം നൽകുന്ന നമുക്ക് കാറ്റഗറികളുണ്ട്, നേതാക്കളുണ്ട്, അൽമായ. അവരാണ് ആ സഭയെ കൊണ്ടുപോകുന്നത്. അല്ലാതെ വൈദികരുടെ സാന്നിധ്യമല്ല, സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യമല്ല, അവരൊക്കെ വേറെ പാരിഷല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അൽമായരെ കൂടുതൽ മിഷൻ പ്രവർത്തനത്തിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവരിക, അവരെ ശക്തിപ്പെടുത്തുക, ഭാരതസഭയിൽ വിശ്വാസം ആഴപ്പെടുത്തുക എന്നിങ്ങനെ കുറേ സ്വപ്നങ്ങളോട് കൂടിയാണ് കമ്മ്യൂണിയോ പ്രവർത്തിക്കുന്നത്. അതിലൊരു ചെറിയ പ്രോഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. കുറേ പേര് കമ്മ്യൂണിയോൻ്റെ വോളണ്ടിയേഴ്സ് ആയിട്ട്. അപ്പോൾ യങ്സ്റ്റേഴ്സ് ദേ വാണ്ടഡ് ടു ഡു സംതിങ്. അവർക്ക് എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം, ഭാരതസഭയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരോടൊന്ന് സംസാരിച്ച് നോക്കും. അപ്പം ഞാൻ ഇന്നലെ ചിലപ്പോൾ അടുത്ത് അവൻ MCOMകാരനാണ്, അവനൊരു ബാങ്കിൽ ജോലി ചെയ്തു. പക്ഷെ അവന് തോന്നി ഇതെല്ലാം എൻ്റെ ദൗത്യം, അവൻ അതെല്ലാം രാജിവെച്ചിട്ട് അവന് 150 ഏക്കർ ലാൻഡ് ഉണ്ട്. അവൻ കൃഷിപ്പണിയാണ്, ട്രാക്ടർ ഓടിച്ച് കൃഷിപ്പണി ചെയ്യുക. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകൻ ദൈവമാണ് നമുക്ക്. അപ്പോൾ അവൻ 10-40,000 രൂപയുടെ ജോലി എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ അതൊരു വോളണ്ടറി ബോയാണ്. അവൻ ജാർഖണ്ഡിൽ നിന്നുള്ളൊരു ബോയാണ്. അവനൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ പറഞ്ഞാൽ അതിനേക്കാൾ ഒരു വാല്യൂ മറ്റുള്ളവർക്ക് എനിക്ക് കൊടുക്കാൻ തോന്നുന്നത് ഞാനൊരു കർഷകനായി എനിക്ക് ദൈവം തന്ന വീട്ടിലെ ലാൻഡിൽ കൃഷി ചെയ്യുമ്പോഴാണ് അച്ഛാ. ദാറ്റ് ടു ടച്ച് മീ. നമ്മുടെ ഏത് യുവാക്കളും ചിന്തിക്കും ഇന്ന് എല്ലാവർക്കും വലിയ ജോലി വേണം, 10-50,000 സാലറി വേണം ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ഇതാണെന്നൊക്കെ അന്നിച്ച് പ്രത്യേകിച്ച് ഇത്തരം ജോലികളൊക്കെ വളരെ മോശപ്പെട്ട ജോലി എന്ന് ചിന്തിക്കും നമ്മളുള്ള ആ ഒരു പശ്ചാത്തലത്തിൽ. അതാണ് കമ്മ്യൂണിയോ വോളണ്ടിയേഴ്സിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിയോ നടത്തുന്ന പ്രവർത്തനം. അത് ഭാരതത്തിൻ്റെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് സജീവമാക്കാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ പദ്ധതി എവിടെയെന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് ഇത് വെറും ഒരു യുവജനത്തിന്റെ ഒരു മെഗാ ജൂബിലി ആഘോഷമല്ല, പക്ഷേ യുവ മിഷണറിമാരുടെ ഒരു വലിയ ആഘോഷമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് യുവ മിഷണറിമാർ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരട്ടെ. കത്തോലിക്ക സഭയെ പിന്താങ്ങിക്കൊണ്ട് ക്രിസ്തുവിന് എന്നും സാക്ഷികളായി മാറട്ടെ. അതിനുവേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. അതോടൊപ്പം അച്ഛാ ഒരുപാട് നന്ദി. താങ്ക് യു. ഒക്ടോബർ 1 മുതൽ ഡിവൈനിൽ വെച്ച് നടക്കുന്ന വിറ്റ്നസ് എന്ന പ്രോഗ്രാമിന് പുറകിൽ പ്രവർത്തിക്കുന്ന 2 വ്യക്തികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, കമ്മ്യൂണിയോ എന്ന് പറയുന്ന CCBIയുടെ കീഴിലുള്ള കമ്മ്യൂണിയോ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സാണ് 2 പേരും. നമ്മൾ നേരത്തെ സ്റ്റീഫൻ അച്ഛൻ പറഞ്ഞത് കേട്ടിരിക്കും. കമ്മ്യൂണിയോ ഇവരില്ലാതെ കമ്മ്യൂണിയോ പൂർണ്ണമാകുന്നില്ല. സോ കമ്മ്യൂണിയോയെ കുറിച്ച് കുറച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. ദാസച്ചനെ കുറിച്ച് നമ്മൾ മുമ്പ് അറിയാവുന്നതാണ്. ടെക് ഫാദറാണ്. ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ജോലി വേണ്ടെന്ന് വെച്ച് അച്ഛനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ കമ്മ്യൂണിയോയെ കുറിച്ച് അച്ഛൻ പറയുവാണെങ്കിൽ ആദ്യം യുവജനങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏത് രീതിയിലായിരിക്കും? Okay, Communio basically, as Father Stephen has already said, it is to assist, support and sustain missionaries in rural dioceses and also the religious congregations. So in the context of young people, Communio creates this awareness about mission. We all know that missionary work or the spirit is not limited to clergy or religious. It is for everybody. Like we are all missionaries. So Communio creates that platform that
we young people can be missionaries. So we create that platform so that they can come, experience, and also create some opportunities to exercise that missionary action in their life. So that's about the communal volunteers, the main thing. With this spirituality, with emphasizing on 3 pillars: prayer, solidarity, and mission. ഓക്കെ, താങ്ക് യു. ഇനി ചോദിക്കാനുള്ളത് സിസ്റ്റർ മാഗ്നറ്റിനോടാണ്. വേറെ ഒന്നുമല്ല, എവിടെ സഭയുടെ ഏതൊരു ആക്ടിവിറ്റി വന്നാലും അതിലൊരു സിസ്റ്റർ ഉണ്ടാവും. അത് എനിക്കും അഭിമാനം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ എന്ന രീതിയിൽ സിസ്റ്റർ എങ്ങനെയാണ് അനിമേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രോഗ്രാമെല്ലാം അനിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്പിരിച്വൽ അനിമേഷൻ ഇസ് ദർ റൈറ്റ് നോ സിസ്റ്റർ? സോ ഹൗ ഇറ്റ് ഈസ് യു ആർ ഹാൻഡ്ലിംഗ്? Since Communio is built on 3 pillars: prayer, solidarity, and mission, this is what we try to imbibe in our youngsters who try to become Communio volunteers. So first and foremost, we have this training program. As of now, we have got 3 training programs we are over, and we have got around 90 Communio volunteers who have come forward willingly to as a missionaries. And every year we have the national training program from various dioceses. We have got 132 dioceses. From their different youth volunteer to come for this training, and we train them, and after that we have offline and online follow-up programs which we sustain their missionary yes that they commit themselves during the training program. We also have some of the training programs in the regions, in the diocese, to see that the youngsters come up so that the Indian church grows with their commitment and their talents are enhanced for the building up of the kingdom of God. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. അപ്പോൾ കമ്മ്യൂണിയോ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അവർ വളരെയധികം ഫോർമേഷൻ നേടിക്കൊണ്ട് ഇവരുടെ 2 മാലാഖമാരുടെ നടുവെ ട്രെയിനിങ് നേടിക്കൊണ്ട് പരിശീലനം നേടിക്കൊണ്ട് വളരുന്ന ഒരു മിഷണറി സമൂഹമാണ്. അപ്പോൾ ഈ കമ്മ്യൂണിയോ എന്ന് പറയുന്ന ഈ മിഷണറി സമൂഹത്തിലേക്ക് ഇനിയും ഒരുപാട് വിശുദ്ധരായ യുവജനങ്ങൾ കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു ഫാദർ. Thank you.